ദുബായിൽ യൂസ്ഡ് ഐഫോൺ അതും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട. അതും ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ ഫോൺ. ഇതേപോലെ ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രാഞ്ചിൽ വരണം. RQ ടോക്സ് ബർദുബായ് അൽറഫ സ്ട്രീറ്റ്. സോ ഗൈസ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബർദുബായ് അൽറഫ സ്ട്രീറ്റിലാണ്. നമ്മുടെ ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ. ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇത് RQ ടോക്സ് നമ്മളെ ഷോപ്പ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്, ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വരും. പിന്നെ നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ അൽ ഇർഷാദ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ മാർക്കറ്റ് ഉണ്ട്. അതുകൂടാതെ ഈ റോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽറഫ പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ട്, അപ്പുറത്തൊരു സിഗ്നൽ കാണുന്നുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. കുറേ ആൾക്കാർ കൺഫ്യൂഷനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന മെട്രോ സ്റ്റേഷൻ അടുത്തുള്ളത് അൽ ഗുബൈബ മെട്രോ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങിയതിന് ശേഷം അൽറഫ പോലീസ് സ്റ്റേഷൻ ചോദിച്ചിങ്ങനെ ചോദിച്ച് വരുമ്പം ഇവിടെ തലശ്ശേരി കഫ്തീര കിട്ടും. അവിടെ തലശ്ശേരി കഫ്തീര ചോദിക്കുക. തലശ്ശേരി കഫ്തീരയിൽ RQ ടോക്സ് ചോദിച്ചാൽ മതി. സോ ഗൈസ്, അപ്പോൾ അവർ പറഞ്ഞുതരും. ഇതാ അൽ മുംതാസ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാലാണ് നമ്മളെ ലൊക്കേഷൻ എന്നുള്ളത്. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞോളൂ. ഫോൺ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്, വിളിക്കാം. ഒരുപാട് പേര് ലൊക്കേഷൻ എന്താ പറയുക കിട്ടാതെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പാർക്കിങ്ങിൻ്റെ വിഷയമാണെങ്കിൽ പാർക്കിംഗ് അൽമദീനയിൽ നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇനി നമുക്ക് പുതിയ പാർക്കിംഗ് ആണെങ്കിൽ ഇവിടെ പുതിയ പാർക്കിംഗ് ഇനി ഇതാ നമ്മളെ സൈഡിൽ തന്നെ വരാനും പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഫോണിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് iPhone 14 Pro Max. സോ ഇത് ഞാൻ ഈ പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടാവില്ല. ഏതാ നോക്കിക്കോ. ഇത് പല യൂസർ ഫോൺസ് നോക്കുകയാണെങ്കിൽ സ്ക്രീനും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പലതിലും കാണാൻ പറ്റും. പക്ഷേ നമ്മളെ ഈ ഒരു ക്വാളിറ്റിയിൽ അങ്ങനത്തെ സംഭവങ്ങളില്ല. അതായത് ഏറ്റവും ടോപ്പ് ഗ്രേഡിൽ കുറഞ്ഞ പൈസക്കാണ്. വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. സോ ഇങ്ങനെ ഇത് 90+ ബാറ്ററിയിലുള്ള 40 Pro Max ആണ്. ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ സ്റ്റോറിലുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, ടാബി തമാര EMI ഫെസിലിറ്റീസ് ഉണ്ട്. കൂടാതെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഓൾ GCC ഡെലിവറി ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണ്ടേ, നമുക്ക് ഉള്ളിലേക്ക് പോകാം. സോ അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് ഇവിടുന്ന് ഞാൻ നേരത്തെ കാണിച്ചത് അൽ മുംതാസ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കാക്ക എല്ലാ വീഡിയോസിലും ഉണ്ടാവും. കാക്ക ഒരായി പറഞ്ഞോളി. ആ ഓക്കെ. അതാണ് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇനി ബർദുബായ് ഞങ്ങൾ ഇനി പിന്നോട്ടെല്ലാം നമ്മൾ തെളിയിക്കുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് വരുന്നുണ്ട്, പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാനും പറ്റും. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ സ്പെഷ്യലായിട്ട് എന്താ തിന്നുന്നത് നിങ്ങൾ? അല്ലാതെ എൻ്റെ മോനെ വേറെ ലൈല് ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ലോകമാണ് ഗൈസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് ഇതാ നിൽക്കുന്നത് RQ ടോക്സ്. അതേപോലെ തന്നെ നമ്മളെ തൊട്ടടുത്ത് പ്രിൻ്റർ ആയാലും ലാപ്ടോപ്പ് ആയാലും യൂസ്ഡ് ലാപ്ടോപ്സ് ആയാലും എല്ലാം കിട്ടുന്ന ഷോറൂം ഉണ്ട്. അപ്പോൾ ഒറ്റ വരവിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതാണ് നമ്മളെ ബർദുബായ്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല, നിങ്ങോട്ട് വാ. സംഭവം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേണ്ട, ഓ മോനെ, എൻ്റെ മോനെ നോക്കിയേ, iPhone 14 Pro Max. ഞാൻ പറഞ്ഞല്ലോ, സാധനം നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്, ഒക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വളവള പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല ഗൈസ്. കാരണം നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഏറ്റവും ടോപ്പസ്റ്റ് ഗ്രേഡിൽ സാധനം തരണം. ഇനി അതെല്ലാം കുറഞ്ഞ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വില കുറച്ചിട്ടും തരണം. നമ്മളൊക്കെ 40 Pro 1TB നമ്മൾ എത്രയും കൊടുത്തതെന്ന് എനിക്കറിയോ? നമ്മൾ 2150 ദിർഹംസിന് 1TB കൊടുത്തിരുന്നു. അതിനുള്ളൊരു മൈന്യൂട്ട് ഉണ്ട്. നമുക്ക് ഇതേപോലെ എന്താ പറയുക, നമ്മൾ മൈനസ് പറഞ്ഞിട്ട് തന്നെ തരും കേട്ടോ. ഇത് നമ്മളെ ഈ ജനറലിൽ പോയി കഴിഞ്ഞാൽ പാർട്സ് ഹിസ്റ്ററിയിൽ അൺനോൺ പാർട്ട് ബാറ്ററി മെസ്സേജ് വന്നതാണ്. ഇത് 1TB ആണ്. 2150 ദിർഹംസിന് മറ്റേ 256ൻ്റെ വിലക്ക് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതേപോലെ മൈനസുള്ള സാധനങ്ങൾക്ക് വില പറയും. അത് നമ്മൾ വീഡിയോസിൽ അധികം പറയൂല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒരു സംഭവം ഇല്ലാത്ത 40 Pro Maxകളാണ് ഇതിരിക്കുന്നത്. 40 Pro Max 1TB ഉണ്ട്, അതേപോലെ 512GB ഉണ്ട്, 256GB ഉണ്ട്. എല്ലാ ഇതിലും വേരിയൻറ്റിലുണ്ട്. 256 ആണെങ്കിൽ 2650 ദിർഹംസിന് 256GB, 2800 ദിർഹംസിന് 512GB 40 Pro Max കൊടുക്കാം. ഈ ഒരു സാധനം നിങ്ങൾ ആ കൊടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം സീറോ സ്ക്രാച്ച്, സ്ക്രീനിന് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി 95, 96 എന്നുള്ള ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസുകൾ. അപ്പോൾ ചൂസ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രൈസ് ഉണ്ട്. നിങ്ങൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കണ്ടീഷനിൽ ചുമ്മാ കിടന്നിട്ട് ഞാൻ വീഡിയോയിൽ വെറുതെ പറയില്ല. വീഡിയോ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വീഡിയോയിൽ കാണുന്ന സാധനങ്ങൾ നിങ്ങൾ കൊറിയറിൽ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മക്കളെ പൈസ കൊടുത്താൽ മതി. അത്രയും കോൺഫിഡൻസോടെ 14 Pro Max നമ്മൾ 512 കൊടുക്കുക. 1TB ആണെങ്കിൽ 2900 ദിർഹംസ്. ഇതേ ക്വാളിറ്റിയിൽ
ഞാൻ കൂടുതലൊന്നും പറയണില്ല, സാധനത മക്കളെ നിരത്തി കേക്ക് നമ്മൾ കാണിച്ചു തന്നെ. ഇനി അതേപോലെ തന്നെ 14 പ്രോയിലാണെങ്കിലോ നമ്മളെ ചെക്കൻ ഇതാ നിരന്ന് നിൽക്കുക. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 പ്രോ മാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഐസ്ലാൻഡാ എന്തോ ആയിക്കോട്ടെ, ആ സാധനമുള്ള ഇതാണ്. അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയി കിടക്കുമ്പോൾ തന്നെ കാണാനുള്ള മൊഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കിട്ടും, ക്യാമറ ആയാലും ഒരു അത്യാവശ്യം. ഒരു 15 പ്രോ എടുക്കണോ 14 പ്രോ എടുക്കണോ വെച്ച് കഴിഞ്ഞാൽ ചൂസിങ് ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു 14 പ്രോ സീരീസ് തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. കാരണം പഴയ മോഡൽസ് ആയി കഴിഞ്ഞാലും ക്യാമറയിലായാലും ഡിസൈൻ്റെ കാര്യത്തിലായാലും ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഈ ഒരു 14 പ്രോ മുന്നിൽ തന്നെ. 256 GB 2250 റംസിന് നല്ല ക്വാളിറ്റി തന്നെ കേട്ടോ. ഞാൻ എടുത്ത് പറയണില്ല, നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ വീഡിയോ ഇട്ടിരുന്ന 2000 റംസിന് സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് സ്ക്രാച്ചും കാര്യങ്ങളിലൊക്കെ അങ്ങനെ കൊടുത്തി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കലുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല മക്കളെ. 2250 റംസിന് 14 പ്രോ 256. ഇനിയിപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടാബി തമാര EMI പ്ലാൻ ഉണ്ട്. അതായത് നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, എമിറേറ്റ്സ് ഐഡി കാര്യങ്ങളൊക്കെ ഇതാക്കി വെക്കുക, നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. ചിലർക്ക് EMIയിൽ ഫോൺ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഒരു 617 ദിറംസിനുള്ളിൽ 14 പ്രോ സ്വന്തമാക്കാൻ പറ്റും. ഫസ്റ്റ് പേയ്മെൻറ്റ് 4 ഇൻസ്റ്റാൾമെൻറ്റ് ഇട്ടുണ്ട്, 1 ഇയർ ഇട്ടുണ്ട്, 6 മന്ത് ഇട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻ ആയിട്ടുള്ള 2 സംഭവങ്ങൾ നമ്മളെടുത്തുണ്ട്. അപ്പോൾ 14 പ്രോ 256 ഉണ്ട്. 512 GB ആണെങ്കിൽ 2350 ദിറംസിന് 512 GB 40 പ്രോ 256 ഇതിൽ 40 പ്രോ സ്റ്റോക്ക് ഉണ്ട്. ഇനി നമ്മളെ 30 പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം 2025 നമ്മളെ ഒരുപാട് നെഗറ്റീവുകൾ കേട്ട ഒരു മുതലാണ് iPhone 13 പ്രോ. പക്ഷേ നെഗറ്റീവ് എത്ര കേട്ട് കഴിഞ്ഞാലും നമ്മൾ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞത് ഇതാണ് തിരിച്ചു വരവ്. 2025 വൻ ശക്തിയോടെ തിരിച്ചു വന്നൊരു മുതൽ iPhone 30 പ്രോ. ഇത് ഞാൻ സാധനങ്ങളെ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. സംഭവം എന്താ വെച്ചാൽ 30 പ്രോ ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ 30, 40, 50 പീസൊക്കെ നമ്മളിവിടെ ഇറക്കി കഴിഞ്ഞാലും ഇവിടെ സ്റ്റോക്ക് കാണാറില്ല. കാരണം എന്താ, അത്ര ആൾക്കാർ ഇത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്ഡേഷന് ആയിരുന്നു എല്ലാവർക്കും പേടി. അപ്ഡേഷനിലുള്ള ഡിസ്പ്ലേയിലുള്ള പ്രശ്നങ്ങൾ അത് സോൾവ് ആക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ 30 പ്രോ ഉള്ളത്. ഇപ്പോൾ ഈ ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് വൈഫൈ കട്ടാവുന്നിടത്തു നിന്നൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ടപ്പേജിൽ പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സ്പീഡ് വൈഫൈ ആവണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിലാക്കി ചെയ്യണം. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫോൺ 30 പ്രോ എടുത്തു കഴിഞ്ഞാൽ 40 പ്രോ മാക്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം അപ് ടു ഡേറ്റ് ആക്കിയിട്ടാവും നിങ്ങൾക്ക് സാധനം കൈ കിട്ടുക. അപ്പോൾ അപ്ഡേറ്റ് ആക്കിയിട്ട് തന്നെ തരും. ഡിസ്പ്ലേക്ക് പോയാലോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. ഇതിന് രക്ഷയില്ലാത്തത് നമ്മളെ ക്യാമറ തന്നെയാണ്. ഞാൻ എടുത്ത് പറയുന്നൊന്നുമില്ല. ക്യാമറ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 30 പ്രോ 1700 ദിറംസിന് iPhone 30 പ്രോ നല്ല ക്വാളിറ്റിയുള്ള സാധനം. 85-ൻ്റെ മാപ്പോട്ട് മേലൊക്കെയാണ് ബാറ്ററി, 85, 86, 87, 88, 90 അബോ റയർ ആയിട്ടുള്ളതുണ്ട്, 90+ ബാറ്ററി ഹെൽത്തുള്ളതുണ്ട്. ഒക്കത്തിനും ഒരേ വില ക്വാളിറ്റിയിലാണ് നമ്മൾ കാര്യം. ബാറ്ററി ഹെൽത്തിനെ നമ്മൾ ഒരിക്കലും ഇതാക്കി പറയുന്നില്ല. കാരണം ബാറ്ററി ഹെൽത്തിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾ സാധനം എടുക്കാം. 30 പ്രോ ഉണ്ട് 1500. 30 പ്രോ മാക്സ് സെയിം 2000 ദിറംസിന് 256 GB നല്ല അടിപൊളി സാധനം തന്നെ കേട്ടോ. 0 സ്ക്രാച്ച്. ഇതിൽ 512 GB 2150, 1 TB ആണെങ്കിൽ 2250 ദിറംസ്. സാധനം മക്കളെ ഒരു രക്ഷയില്ല. ഫോണിൻ്റെ എല്ലാ നെഗറ്റീവും പോസിറ്റീവ് വശങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ അതൊക്കെ പോട്ടെ, വേറൊരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നാട്ടിലും വാറൻറ്റി. അപ്പോൾ അതായത് നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് 40 പ്രോ മാക്സ് 1 TB പ്രൈസ് പറഞ്ഞു. അതേപോലെ ഇനിയുള്ളത് 15 പ്രോ മാക്സ് 256 GB നോൺ ആക്റ്റീവ് ഡിവൈസ്. ഇത് നോൺ ആക്റ്റീവാണ്. നോൺ ആക്റ്റീവ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഒരൊറ്റ വാക്യം പറയുന്നത്, കിട്ടണ സമയത്ത് എടുത്തോ. ഇനിയിപ്പോൾ 15 പ്രോ നോൺ ആക്റ്റീവ് ഉണ്ടായിരുന്നു, സാധനം സ്റ്റോക്ക് കഴിഞ്ഞ് ഇപ്പോൾ നിലവിലില്ല. കാരണം ഇറങ്ങുന്ന സമയത്ത് വേഗം എടുക്കാൻ നോക്കുക, കാരണം പിന്നെ കിട്ടില്ല. ഇത് വരുന്ന പ്രൈസ് 3450 ദിറംസിന് നമുക്ക് എന്താ പറയുക 15 പ്രോ മാക്സ് 256 GB നോൺ ആക്റ്റീവ് ആക്കിയിട്ടില്ല. നിങ്ങൾ ഫസ്റ്റ് യൂസർ 100% ബാറ്ററി ഉണ്ടാവും. ഇതാണ് സാധനം. നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് അത്യാവശ്യം മൂവിങ് ഉള്ള ഡിവൈസ് തന്നെയാണ്. ഇതിനെല്ലാത്തിനും ടാബി തമാര EMI സൗകര്യങ്ങളുണ്ട്. പിന്നെ 512 GB ഉണ്ട് 3800 ദിറംസിന് 512 GB 15 പ്രോ മാക്സ് നോൺ ആക്റ്റീവ്. ഇതൊക്കെ നോൺ ആക്റ്റീവാണ്. ഇതൊക്കെ ഇനി പുതിയത് ആപ്പിളിൽ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുന്നത്. ആപ്പിളിൽ പ്രൊഡക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 16 സീരീസ് മുതലാണ്. കുറേ ആൾക്കാർ 30 പ്രോ മാക്സ് പുതിയ കൊണ്ടുപോയിക്കും, 40 പ്രോ മാക്സ് പുതിയ കൊണ്ടുപോയിക്കും. അതൊന്നും പുതിയത് ഇറങ്ങുന്നില്ല ഗൈസ്. കാരണം 16 സീരീസ് മുതലാണ് നമുക്ക് പുതിയത് വരുന്നത്. ഇതൊക്കെ ഇനി വീഡിയോ കാണുമ്പോഴാണ് കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ നമുക്ക് iPhone 16 പ്രോ ഒരു രക്ഷയില്ല മക്കളെ. 3500 ദിറംസിന് നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള മുതലുണ്ട്. പുതിയത് എടുക്കാൻ പോകുന്നവരൊന്ന് ചിന്തിച്ചോ.
ഇത്രയും പൈസ 300-400 ദിർഹംസ് കുറവ് എന്ന് പറഞ്ഞാൽ അത് ഹെവി കുറവ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ല നിങ്ങൾ അത് എത്ര 300-400 ദിർഹംസ് കൂട്ടി കഴിഞ്ഞാൽ പുതിയ കിട്ടുമല്ലോ, അല്ലെങ്കിൽ 500 ദിർഹംസ് കൂട്ടി പുതിയ കിട്ടുമല്ലോ വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ നമ്മളിത് പൈസ വേണം ഗൈസ്. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. നമ്മൾ പൈസ ഇല്ലാതെ നമുക്ക് കുറച്ച് ഐഫോൺ എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമുക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ബെസ്റ്റ് ചോയ്സ് ഐഫോൺ 16 Pro 3500 ദിർഹംസ്. ഇത് ജസ്റ്റ് ആക്ടിവേറ്റഡ് ആണ്. 100 ബാറ്ററി ഉണ്ടാവും, സൈക്കിൾ കൊണ്ട് 3, 4, 5 ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ വാറൻറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാറൻറ്റിയൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടും. 16 Proയിൽ ഇത് നാച്ചുറൽ ടൈറ്റാനിയം ഉണ്ട്, വൈറ്റ് ടൈറ്റാനിയം ഉണ്ട്, ഇതേപോലെ ഡെസേർട്ട് ടൈറ്റാനിയം ഉണ്ട്. പിന്നെ അതൊക്കെ കൂടാതെ തന്നെ 14 1650 ദിർഹംസിന് 256 GB 14 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ വൈഫിനായാലും അല്ലെങ്കിൽ നിങ്ങളെ അനിയന്മാർക്കായാലും ഫോൺ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള ചോയ്സിൽ ഇത് കൊടുക്കാം. ഐഫോൺ 14 നല്ല ഓപ്ഷനാണ്. 1650 ദിർഹംസിന് ഇത് കൊടുക്കാം. ഐഫോൺ 12 മിനിമോൾ ഇതാണ് കുഞ്ഞ് മോഡൽ. മിനിമോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5Gയിൽ ചെറിയ മോഡൽ സ്റ്റാർട്ട് ചെയ്ത ഡിവൈസ് തന്നെയാണ്. 128 ആണ്, 799 ദിർഹംസ് മാത്രം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് പറയുകയാണെങ്കിൽ 85, 86, 88 ഒക്കെ ഉണ്ടാവും കേട്ടോ. 12 മിനി ഉണ്ട്. അതേപോലെ ഐഫോൺ എക്സസ് എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ ഇപ്പോഴും ഉണ്ട്. അപ്ഡേഷൻ നിന്ന ഡിവൈസ് ഐഫോൺ എക്സ് വരെയാണ് നിന്നത്. നിലവിൽ എക്സസ് മുതൽ A to Z അപ്ഡേഷൻസ് ഉണ്ട്. അപ്ഡേഷൻ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിൾ പേ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് കിട്ടാതിരിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോൾ ഇതിലൊക്കെ യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാ സംഭവങ്ങളും നമുക്ക് എല്ലാ ഇതും കിട്ടും. നമ്മളെ ആവശ്യങ്ങൾ അതാണല്ലോ. ഐഫോൺ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നവർ നിങ്ങൾ കുറച്ചൊക്കെ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മോഡൽ എടുക്കാം. ഇനി അതല്ല പൈസ ഒന്നുമില്ല എനിക്ക് ഞാനൊന്ന് പഠിക്കട്ടെ, സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ 12 മിനി ചോയ്സാണ്, ഐഫോൺ എക്സസും ചോയ്സാണ്. എക്സസ് ആണെങ്കിൽ 700 ദിർഹംസ്, 12 മിനി ആണെങ്കിൽ 799 ദിർഹംസ്. എക്സസ് 256 ആണെങ്കിൽ 12 മിനി 128 ആണ്. സോ ഗൈസ് ഇനി പറയാൻ വിട്ടോന്നറിയില്ല, 30 Pro Max 256 എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ സ്റ്റോക്കുകൾ നമ്മളെ സ്റ്റോറിലുണ്ട്. കൂടാതെ തന്നെ നമ്മളിത് ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കേണ്ട ടാബി തമാര EMI ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ബർദുബായ് അൽറഫ സ്ട്രീറ്റ് അൽഗുബൈബ മെട്രോ അടുത്ത് തന്നെ. ഇവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഒരു പുതിയ കിടിലൻ ഓഫർ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.